ഹായ് എവരിബഡി, വെൽക്കം ടു ദ വേൾഡ് ഓഫ് നോളേജ്. ഇന്ന് നമുക്ക് 6ാം ക്ലാസ് മാത്സിലെ 3ാമത്തെ ചാപ്റ്ററായ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന പാഠഭാഗം പഠിക്കാം. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 250 milliliters. ഹൗ മച്ച് വാട്ടർ ഡു വി നീഡ് ടു ഫിൽ 3 സച്ച് ബോട്ടിൽസ്? അതായത് ഒരു കുപ്പിയിൽ 250 മില്ലി വെള്ളം കൊള്ളും. 3 കുപ്പി നിറയ്ക്കാൻ എത്ര വെള്ളം വേണം? അപ്പോൾ ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് 250 മില്ലി. അപ്പൊ 3 കുപ്പിയിൽ നിറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടും? 750 മില്ലി എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഈ 250 മില്ലി എന്നുള്ളതിനെ ഭിന്നസംഖ്യയാക്കി മാറ്റി ചെയ്യുന്നതാണ് ഇവിടെ നമ്മുടെ മടങ്ങും ഗുണനവും, അല്ല എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടൈംസ് എന്ന ഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോ 3 × 250 milliliters 750 milliliters. അപ്പൊ 250 milliliter എന്നത് എത്ര ലിറ്റർ ആണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം 1000 milliliter എന്ന് പറയുന്നത് 1 ലിറ്റർ ആണ്. ഓക്കെ, അപ്പോ 1000 milliliterന്റെ പകുതി 500 milliliter പറയുന്നത് ഒന്നിന്റെ പകുതി ഹാഫ് ലിറ്റർ, 1/2 ലിറ്റർ, അര ലിറ്റർ. അപ്പോ ഈ 500ന്റെയും പകുതി 250 milliliter എന്ന് പറയുന്നത് 1/4 ലിറ്റർ, 1/4 ലിറ്റർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 250ന്റെ 3 ആണ് 750 milliliter എന്ന് കണ്ടു. അതായത് 250 milliliter 3 കുപ്പിയിൽ നിറയ്ക്കാൻ. അപ്പൊ നമുക്ക് 250ന് പകരം എന്ത് എഴുതാം? 1/4 എന്ന് എഴുതാം. 1/4 ലിറ്റർ എന്ന് പറയുന്നത് 1/4 ലിറ്ററിന്റെ 3 മടങ്ങ് എന്ന് പറയുന്നത് എങ്ങനെ കാണാം? ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 × 3/4 എന്ന് ചെയ്താൽ മതി. അപ്പോ 1 × 3 3 3/4 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് 3/4 ലിറ്റർ എന്ന് പറയുന്നത് 3/4 ലിറ്റർ. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടൈംസ്. അതായത് ശ്രദ്ധിക്കൂ, 3 times 1/4 ലിറ്റർ എന്ന് പറയുന്നതാണ് 3/4 ലിറ്റർ. അപ്പൊ ഇവിടെ ടൈംസ് എന്ന് പറയുന്നത് 3 × 1/4. അതാണ് 3 times 1/4 എന്ന് പറയുന്നത് 3/4 ആണ്. ആ മൾട്ടിപ്ലിക്കേഷൻ എഴുതുമ്പോഴാണ് നമ്മൾ 3 × 1/4 എന്ന് പറഞ്ഞാൽ 3 times 1/4. അതായത് 1/4 ഭാഗത്തിന്റെ 3 മടങ്ങ് ഇസ് ഈക്വൽ ടു 3/4, 3/4 ലിറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇംഗ്ലീഷില് ടൈംസ് എന്ന് പറയുന്നത് പോലെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് 3 മടങ്ങ്. 1/4 ലിറ്ററിന്റെ 3 മടങ്ങാണ് 3/4 ലിറ്റർ. അതാണ് നേരത്തെ പറഞ്ഞ പോലെ 1/4ന്റെ 3 മടങ്ങ് 3/4. 1/4 × 3 എന്ന് പറയുന്നത് 1/4ന്റെ 3 മടങ്ങ്. ഇംഗ്ലീഷിൽ 3 times, മലയാളത്തിൽ 3 മടങ്ങ്. അതാണ് ഇവിടെ മടങ്ങും ഗുണനവും എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എ പാക്കറ്റ് ക്യാൻ ഹോൾഡ് 500 grams ഓഫ് ഷുഗർ. ഹൗ മച്ച് ഷുഗർ ഡു വി നീഡ് ടു ഫിൽ 4 packets? അതായത് ഒരു പാക്കറ്റിൽ 500 ഗ്രാം പഞ്ചസാരയുണ്ട്. അപ്പൊ 4 പാക്കറ്റ് നിറയ്ക്കാൻ എത്ര പഞ്ചസാര വേണം എന്നതാണ് ചോദ്യം. അപ്പോ 500 ഗ്രാം × 4 ചെയ്യണമെന്ന് നമുക്കറിയാം. അപ്പൊ 500 + 500 + 500 + 500, അതായത് 500 × 4 = 2000 ഗ്രാം ആണ്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഈ 500 ഗ്രാമിനെയാണ് ഭിന്നസംഖ്യയാക്കി മാറ്റേണ്ടത്. അപ്പൊ 500 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഭിന്നസംഖ്യയായി മാറിക്കിട്ടും. നേരത്തെ നമ്മൾ ലിറ്ററിന്റെ പഠിച്ച പോലെ തന്നെ 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. അപ്പൊ 1000ന്റെ പകുതിയാണ് 500 ഗ്രാം. 500 ഗ്രാം എന്ന് പറയുന്നത് 1/2 കിലോഗ്രാം. അപ്പൊ നമ്മൾ ഈ 500 ഗ്രാം പഞ്ചസാരയെ 4 പാക്കറ്റിലാക്കണം. അപ്പോ നമ്മൾ കണ്ടു 2000 ആണ് കിട്ടിയത്. അതിന് നമുക്ക് 500 ഗ്രാമിനെ 1/2 കിലോഗ്രാം എന്ന് എഴുതാം. അപ്പൊ ഈ 1/2 കിലോഗ്രാമിനെ എന്ത് ചെയ്യണം? 4 പാക്കറ്റിലാക്കണം, അല്ലെ? അതായത് 1/2 × 4. അപ്പോ 1/2 × 4 ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 × 4/2. 1 × 4 എന്ന് പറയുന്നത് 4. 4/2. 4/2 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 4നെ 2 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടും? 2 കിലോഗ്രാം എന്ന് കിട്ടും. നമുക്ക്
അര കിലോഗ്രാമിന്റെ 4 മടങ്ങ് 2 കിലോഗ്രാം ആണ് എന്ന് ഭിന്നസംഖ്യയിൽ പറയാം. അല്ലെങ്കിൽ അരന്റെ 4 മടങ്ങ് 2, അര ഇൻറ്റു 4 സമം 2. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ 4 times as much as half kilogram is 2 kilograms. അതായത് അര കിലോഗ്രാമിന്റെ 4 മടങ്ങ് 2 കിലോഗ്രാം ആണ്. 4 times as much as half is 2. ഇതാണ് അതിന്റെ ഒന്നും കൂടി ചെറുതാക്കി. 4 times as much as half is 2. അരയുടെ 4 മടങ്ങ് എന്ന് പറയുന്നത് 2. അപ്പോ 4 into 500, അതായത് 4 times 500 എന്ന് എഴുതുന്നതിന് 4 times half, 4 into half നമ്മൾ നേരത്തെ എഴുതിയതാണ്. 4 into half എന്ന് പറയുന്നത് 4 times half is equal to 2. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. If 5 strings 1/4 meter long are laid end to end, what would be the total length? അതായത് 1/4 മീറ്റർ വീതം നീളമുള്ള 5 ചരടുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളമാകും എന്നതാണ് ചോദ്യം. അതായത് ഇങ്ങനെയാണ് വരിക: 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4. അതായത് 1/4 മീറ്റർ നീളമുള്ള ഒരു ചരട്, അങ്ങനെ 5 എണ്ണം ചേർത്ത് വെക്കുമ്പോ ഇവിടെ നമുക്കറിയാം 1/4 കാലും അര, അരയും കാലും 3/4, 3/4 കാലും 1. അപ്പൊ ഇവിടെ നമുക്ക് 1 പ്ലസ് 1/4 അതാണ് ഉത്തരം. 1 പ്ലസ് 1/4 അല്ലെങ്കിൽ 1/4 മീറ്റർ ആണ് ഇതിന്റെ നീളം. അതായത് ഈ പറഞ്ഞ 1/4ന്റെ 5 മടങ്ങ്, 1/4 മീറ്ററിന്റെ 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 1/4 ഇൻറ്റു 5 സമം നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 5/4. അപ്പോ ഉത്തരം എന്ത് വന്നു? 1 ഇൻറ്റു 5 5, 5/4 മീറ്റർ, 5/4 മീറ്റർ. അപ്പോ നമ്മൾ നേരത്തെ കണ്ടു 1/4 മീറ്റർ എന്ന് പറഞ്ഞു. അതായത് 5 കാല് കൂട്ടിപ്പോ അത് തന്നെയാണ് 5/4 മീറ്റർ. അതായത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ 5/4 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 5/4 എന്ന് പറഞ്ഞാൽ 5 ഹരിക്കണം 4 എന്നാണ്. അപ്പൊ നമുക്കൊന്ന് 5 ഹരിച്ച് 5നെ 4 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 1 ഇൻറ്റു 4 4, 5ന് 4 പോയി 1. അപ്പോ ഇത് നമ്മള് ഇതിനെ നമ്മൾ മിശ്ര ഭിന്നമായിട്ട് എഴുതും. അപ്പൊ ഈ ഹരണഫലമായ 1 ഇവിടെ എഴുതുക. അതിനുശേഷം ഈ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ആയിട്ടുള്ള 1 മേലെ എഴുതണം. അതുപോലെ നമ്മുടെ ഈ ഹരിച്ച 4നെ എന്ത് ചെയ്യണം? താഴെ എഴുതണം. അപ്പൊ നമുക്ക് കിട്ടിയതാണ് 1/4. അപ്പോ 5/4 എന്ന് പറയുന്നത് മിശ്രഭിന്നമാക്കുമ്പോൾ കിട്ടുന്നതാണ് 1/4. മിശ്രഭിന്നമാക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ പറഞ്ഞ കോഷ്യന്റ് അല്ലെങ്കിൽ ഹരണഫലം എഴുതുക. അതിനുശേഷം താഴെ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം മേലെ എഴുതുക. എന്നിട്ട് ഡിവൈസർ അല്ലെങ്കിൽ ഹാരകം ഏറ്റവും താഴെ എഴുതുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മിശ്രഭിന്നമായി മാറും. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായി 5/4 എന്ന് പറയുന്നത് 1/4 ആണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1/4ന്റെ 5 മടങ്ങ് എന്ന് പറയുന്നത് 5/4 മീറ്റർ ആണ്. അപ്പോ 5 times 1/4 is 1/4. Like multiplication എഴുതുമ്പോൾ 5 into 1/4 is equal to 1/4. മലയാളത്തിൽ പറയുകയാണെങ്കിൽ 1/4ന്റെ 5 മടങ്ങ് 1/4. 1/4 into 5 സമം 1/4. ഇനി നമുക്ക് പേജ് നമ്പർ 28-29 ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് 2 pieces of pumpkin, each weighing 250 grams? Next, what if the weight is put in kilograms? അതായത് 250 ഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്രയാണ്? ഈ അളവുകളെല്ലാം കിലോഗ്രാമിൽ ആക്കിയാലോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വെയിറ്റ് ഓഫ് 1 piece of pumpkin is equal to 250 gram. Weight of 2 pieces of pumpkin, therefore weight of 2 pieces of pumpkin 2 into 250 is equal to 500 gram. അതായത് ഒരു കഷ്ണം മത്തങ്ങയുടെ ഭാരം 250 ഗ്രാം. അപ്പോൾ 2 കഷ്ണം മത്തങ്ങയുടെ ഭാരം എന്ന് പറയുന്നത് 2 ഇൻറ്റു 250 സമം 500 ഗ്രാം എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിന് കിലോഗ്രാമിലേക്ക് മാറ്റണം. കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം 250 ഗ്രാം എന്ന് പറയുന്നത് 1/4 കിലോഗ്രാം ആണ്. അപ്പോ നമുക്ക് 2 ഇൻറ്റു 250 പകരം നമ്മൾ എന്ത് ചെയ്താം? 2 ഇൻറ്റു 1/4 2 times 1/4 അല്ലെങ്കിൽ 1/4ന്റെ 2 മടങ്ങ് എന്ന് പറയുന്നത് നമുക്കിത് എങ്ങനെ ചെയ്യാം? ഈ രണ്ടും ഒന്നും കൂടി ഗുണിക്കുക. 2 ഇൻറ്റു 1
ഡിവൈഡഡ് ബൈ 4. ഇത് 2 × 1 ഒരുമിച്ച് ചെയ്ത് ഡിവൈഡ് ബൈ 4 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് തെറ്റാതെ ചെയ്യാൻ പറ്റും. 2 × 1 2 ബൈ 4 അങ്ങനെ എഴുതി. ഇനി ഈ 2 ബൈ 4 എന്ന് പറയുന്നത് നമുക്ക് ചുരുക്കാം. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ഈ 4നെയും അതേ 2 കൊണ്ട് ഹരിക്കുക. 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ 2 ബൈ 4നെ ചുരുക്കി ചെറുതാക്കി 1 ബൈ 2 കിലോഗ്രാം. അപ്പം നേരത്തെ നമുക്ക് 500 ഗ്രാം എന്ന് കിട്ടി. 500 ഗ്രാം എന്ന് പറയുന്നത് 1/2 കിലോഗ്രാമിന് തുല്യമാണ്. സോ 2 × 1/4 അല്ലെങ്കിൽ 1/4 2 മടങ്ങ് 2 ടൈംസ് 1/4 എന്ന് പറയുന്നത് 2/4, അതായത് അതിനെ ചെറുതാക്കി 1/2 കിലോഗ്രാം ആണ് ഇതിന്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the total length of 4 pieces of ribbon, each of length 75 centimeters? What if the length is put in meters? അതായത് 75 സെന്റിമീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം റിബണിന്റെ ആകെ നീളം എത്രയാണ്? ഈ അളവുകളെല്ലാം മീറ്ററിലാക്കിയാലോ? അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് 1 പീസ് ഓഫ് റിബൺ ഇസ് ഈക്വൽ ടു 75 സെന്റിമീറ്റർ. അപ്പോ ലെങ്ത് ഓഫ് 4 pieces of ribbon is equal to 4 × 75 is equal to 300 സെന്റിമീറ്റർ എന്ന് കിട്ടും. 300 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. അപ്പൊ നമ്മൾ ഇത് സാധാരണയുള്ള മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്തു. ഇതിന്റെ മലയാളത്തിൽ എങ്ങനെ എഴുതാം? ഒരു കഷ്ണം റിബണിന്റെ നീളം എന്ന് പറയുന്നത് 75 സെന്റിമീറ്റർ ആണ് എങ്കിൽ 4 കഷ്ണം റിബണിന്റെ നീളം എന്ന് പറയുന്നത് 4 × 75 = 300 സെന്റിമീറ്റർ, അതായത് 3 മീറ്റർ. ഇനി നമുക്ക് ഇത് ഭിന്നസംഖ്യയിൽ എഴുതണം. അപ്പോ നമുക്കറിയാം 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അപ്പോ 75 സെന്റിമീറ്റർ ആണ് നമുക്ക് ഇവിടെയുള്ള ചോദ്യം. 75 സെന്റിമീറ്റർ എന്നത് 100ന്റെ 1/4 ഭാഗമാണ്, അതായത് 3/4 മീറ്റർ. 1 മീറ്റർ എന്നുള്ളത് എത്രയായി മാറി? 3/4 മീറ്റർ. ഇനി നമ്മൾക്ക് എന്താ കാണേണ്ടത്? അങ്ങനെ 75 സെന്റിമീറ്റർ അല്ലെങ്കിൽ 3/4 മീറ്റർ ഉള്ള 4 പീസിന്റെ നീളമാണ് അറിയുന്നത്. അതായത് 4 × 3/4 അല്ലെങ്കിൽ 4 ടൈംസ് 3/4 അല്ലെങ്കിൽ 3/4ന്റെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 4 × 3 ഡിവൈഡഡ് ബൈ 4 സമം 4 × 3 12. 12/4 എത്ര കിട്ടി? 3 മീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടി. അവസാനത്തെ ക്വസ്റ്റ്യൻ. 1 cup can hold 1/3 liters of milk. How much milk can we pour in 2 cups in 4 cups? ഇതാണ് അവസാനത്തെ ക്വസ്റ്റ്യൻ. അതായത് ഒരു കപ്പിൽ 1/3 ലിറ്റർ പാൽ നിറയ്ക്കാം. 2 കപ്പിൽ ആകെ എത്ര പാൽ നിറയ്ക്കാം? 4 കപ്പിലോ എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എങ്ങനെ എഴുതാം? ഒരു കപ്പിൽ നിറയ്ക്കാവുന്ന പാലിന്റെ അളവ് 1/3 ലിറ്റർ ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ചോദ്യം 2 കപ്പിൽ എത്ര പാല് നിറയ്ക്കാം? അപ്പൊ 2 കപ്പിൽ നിറയ്ക്കാവുന്ന പാല് അല്ലെങ്കിൽ മിൽക്ക് ഹോൾഡ് ഇൻ 2 കപ്സ് എന്ന് പറയുന്നത് 2 × 1/3. 2 × 1/3. അപ്പോ 2 × 1 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 2/3 ലിറ്റർ. 2/3 ലിറ്റർ ആണ് ആൻസർ. ഇനി അതേ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 4 കപ്പിലായാലോ? 4 കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 × 1/3. അപ്പൊ എന്ത് വന്നു? 4 × 1 4, അതായത് 4 × 1/3. 4 × 1 4, 4/3 ലിറ്റർ. ഇത്രയേ ഉള്ളൂ. അതായത് 4 ടൈംസ് 1/3 അല്ലെങ്കിൽ 1/3ന്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് 4/3 ലിറ്റർ ആണ്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.